പുത്തൂർ ആനക്കോട്ടയിൽ നന്ദിനി എന്നുള്ള ആനയാണിത്. നന്ദിനി കുറച്ച് പ്രായമൊക്കെ ആയി നന്ദിനിക്ക്. പക്ഷേ നന്ദിനിയുടെ ഒരു പ്രത്യേകത ഇത് കണ്ടില്ലേ, ഇത് റബ്ബർ മെത്തയാണിത്. അതായത് പ്രായമൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ചില പാതരോഗമൊക്കെ ബാധിച്ചു. അപ്പോൾ പാതരോഗം ബാധിച്ചപ്പോൾ അതിന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി മെത്ത പ്രൊവൈഡ് ചെയ്തിരിക്കുക. നമുക്ക് വേണമെങ്കിൽ ഈ നന്ദിനി എടുത്തിട്ട് നന്ദിനി വലിയ കുഴപ്പക്കാരനൊന്നും അല്ലെന്നാണ് പറയുന്നത്. അപ്പം ഓക്കെ. അപ്പോൾ ചേട്ടാ നന്ദിനിയെ കുറിച്ച് ഒന്ന് പറഞ്ഞാലോ? അല്ല, ഈ റബ്ബർ മെത്തയുടെ ഒരു കാര്യമാണ് എനിക്കറിയാം. റബ്ബർ മെത്ത എനിക്ക് പ്രായമായി ഈ പാദരോഗത്തിന്റെ ചെറിയ പ്രശ്നമുണ്ട്. പാദം ചെറിയൊരു പ്രശ്നമുണ്ടല്ലേ? ഇപ്പൊ മാറി ഭേദമുണ്ട്. കഷായം ആയുർവേദത്തിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ അപ്പൊ ആണെങ്കിൽ ഇപ്പൊ ഈ മണ്ണിലും ചെടിയിലും നിന്നാലാണ് ഈ പാദരോഗം. എന്റെ കാലേക്കരി പിടിക്കുന്നുണ്ട്. മണ്ണിലും ചെടിയിലും മുണ്ടിരിഞ്ഞു കളയുമെന്നുള്ള ദിലീപിന്റെ സിനിമയെ കാണിച്ചു. ചെടിയിൽ മണ്ണിൽ നിന്നാൽ ഈ പാദരോഗം ഇത് കൂടും. മണ്ണ് കയറി കഴിഞ്ഞാൽ കൂടും. അപ്പൊ റബ്ബർ മാറ്റാകുമ്പോ അതിന്റെ നല്ല വ്യത്യാസമുണ്ട് ഇപ്പൊ. പിന്നെ കിടക്കാനാണെങ്കിൽ ഒരു വയസ്സായിരുന്നു സാധാരണ കിടത്തുന്ന അപ്പോ ചെരിവ് ഇതാക്കിയിട്ട് എണിക്കാൻ സുഖത്തിന് വേണ്ടിട്ട് ചെരിവ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ മോഡലാണ്. സൈഡ് 2 ഗജമുത്തശ്ശിയാണോ ശരിക്കും? ഇപ്പോ സീനിയറാണ്. എത്ര പ്രായം കാണും ഇവന്? ഒരു 75 വയസ്സിന്റെ അടുത്ത് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പൊ എനിക്ക് യഥാർത്ഥത്തിലേ ഈ ആനയെ ഒന്ന് തൊട്ട് നമ്മുടെ 24 മൈക്കൊക്കെ നമ്മളൊന്ന് പൂജിക്കുന്ന പോലെ നമ്മൾ ഈ ആനയിലൊന്ന് കേശമുള്ള കാലത്ത് അവിടെ നിന്ന് വന്നതാണ്. കേശവന്റെ സിനിമയില് സിനിമയിലും ഉപരി ഇതുപോലെ നാടുണ്ട്. അന്നുണ്ട് ഉപരി വലിപ്പോട്ട്. അപ്പൊ നന്ദിനി ഞാൻ പിന്നെ വരാം കേട്ടോ. നന്ദിനി ഞാൻ എത്ര 25 കൊല്ലമായി പള്ളിയോട്ടും ആറാട്ടും സ്ഥിരമായിട്ട് നടത്തുന്ന ഒരു ആനയാണ് നന്ദിനിയാണ്. എന്തായാലും എനിക്ക് മാത്രമല്ല പ്രേക്ഷകർ മാറിയില്ലടോ. ചിലപ്പോ ഈ തന്റെ ഇടപാട് ചിലപ്പോ ഇവിടെ തീരുമെന്നൊക്കെ പറയുന്നുണ്ടാവും അല്ലേ? അങ്ങനെയൊന്നുള്ള ഒരു കുഴപ്പമില്ലല്ലോ. ഇതാണ് നന്ദിനി ഉണ്ടല്ലോ ശരിക്കും ഈ തുമ്പിക്കൈ കൊണ്ട് വന്നപ്പോണ്ടല്ലോ ഞാൻ വിചാരിച്ച് ഇവൻ ചിലപ്പോ മുണ്ടുരിഞ്ഞു കളയാനുള്ള പരിപാടിയാണ്. അതാ ഞാൻ ശ്രദ്ധിച്ചത്. കാര്യം നമുക്ക് സൂപ്പറായി ആയി റെഡി. അപ്പോൾ എന്തായാലും നന്ദിനി പിന്നെ വരാം. നന്ദിനിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു പ്രണയമായതുപോലെ ആയിപ്പോയി കേട്ടോ. ഇവിടുത്തെ ഗജമുത്തശ്ശിയാണെന്നാണ് പറയുന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.